For example, Priyanka is my family. ഉദാഹരണത്തിന് പ്രിയങ്കാജി എന്റെ കുടുംബ അംഗമാണ്. This is not just an empty word that we were born as brother and sister. ഇത് ഞങ്ങള് ചേട്ടനും അനിയത്തിയുമായിട്ട് ജനിച്ചത് ഒരു MP ആയിട്ടല്ല. She is my family and I am her family because in difficult times she is there for me and I am there for her. ഞങ്ങൾ രണ്ടുപേരും ചേട്ടനും അത് സഹോദരനും സഹോദരിയുമായിട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ഏറ്റവും പ്രയാസകരമായ കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുക കൂടിയാണ്. If her son is having some difficulty, then I am there as much as she is there. അത് അവരുടെ മകന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ അവരുള്ള പോലെ തന്നെ അതിനുവേണ്ടി ഞാനും ഉണ്ട്. So family is not just a relationship, it is a type of behavior. അതുകൊണ്ട് കുടുംബം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ബന്ധം മാത്രമല്ല, നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് കൂടിയാണ്. So when I say she is my family, I am saying that she is going to behave in a particular way with me. അതുകൊണ്ട് ഞാൻ അവരെന്റെ കുടുംബാംഗമാണെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് അവരെന്നോട് പെരുമാറുന്നത് ഒരു പ്രത്യേകമായ ഒരു രീതിയിലാണ് എന്നുള്ളതാണ്. And I am going to behave in a particular way with her. അതേപോലെ തന്നെ പ്രത്യേകമായ ഒരു രീതിയിലാണ് ഞാൻ അവരോട് പെരുമാറുന്നത്. When she needs me, I will be there. When I need her, she will be there. എനിക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ അവർ എനിക്ക് വേണ്ടി ഉണ്ടാകും, അവർക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയും ഉണ്ടാകും. So why am I saying this to you? Because when I was being attacked, brutally attacked, the people of Wayanad protected me. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോടത് പറയുന്നത് എന്ന് വെച്ചാൽ, ഞാൻ എന്നെ ആക്രമിക്കപ്പെട്ടപ്പോൾ, ഞാൻ ഏറ്റവും ക്രൂരമായി ആക്രമിക്കപ്പെട്ടപ്പോൾ എന്റെ ഒപ്പം നിന്നത് വയനാടിലെ ജനങ്ങളാണ്. And that is what a family member does. അതാണ് ഒരു കുടുംബാംഗം ചെയ്യുന്നത്. So you treated me in exactly the same way my sister or my mother would treat me. അതുകൊണ്ട് നിങ്ങൾ എന്നോട് സ്നേഹിച്ചത്, എന്നോട് പെരുമാറിയത് എന്റെ സഹോദരിയും എന്റെ അമ്മയുമൊക്കെ ചെയ്യുന്ന അതേ നിലയിലാണ്. And by your behavior, you created a bond with me. അതുകൊണ്ട് നിങ്ങൾ എന്നോട് പെരുമാറിയത് കൊണ്ട്, എങ്ങനെയാണോ പെരുമാറിയത് അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടായി. So I have no choice but to treat you as family members. അതുകൊണ്ട് എനിക്ക് മറ്റു മാർഗമില്ല, ഞാൻ നിങ്ങളെ ഒരു കുടുംബാംഗം പോലെ നിങ്ങളെ പരിഗണിക്കുക മാത്രമേ എനിക്ക് മാർഗമുള്ളൂ. Because you could have very well said to me that no, we are not going to protect this land. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് പറയാമായിരുന്നു, ഇല്ല ഞാൻ നിങ്ങളെ സംരക്ഷിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് എന്നോട് വേണമെങ്കിൽ പറയാമായിരുന്നു. But you didn't. You said this man is being unfairly treated and we are going to protect him. പക്ഷെ നിങ്ങൾ പറഞ്ഞത് ഇല്ല, ഈ മനുഷ്യനെ അന്യായമായി പീഡിപ്പിക്കപ്പെടുന്നു, അന്യായമായി ആക്രമിക്കപ്പെടുന്നു, അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞത്. And when you recognize family, you recognize them in difficult times, in bad times. അതുകൊണ്ട് നിങ്ങൾ ഒരു കുടുംബത്തെ നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ അവരുടെ ഏറ്റവും കഷ്ടതയുള്ള സമയത്ത്, ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് അവരോടൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ്. So this is something that I will never forget my whole life. അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നാണ് ഈ ബന്ധം.